Hi friends, welcome back to my channel Makeup Maradam എൻ്റെ പേര് രജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ലെയർ കട്ട് അങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിരുന്നു ഹെയർ കട്ട് നെയിം എന്താണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഹെയർ കട്ട് എന്ന് പറയുന്നത് ലെയർ കട്ടാണ്. അപ്പോൾ ഞാൻ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ബ്യൂട്ടി പാർലറിൽ പോയി കട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ അവിടെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1000 എബോ എന്താണെങ്കിലും നമുക്ക് അവിടെ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ സ്വയം ചെയ്യാവുന്നതാണ് ഈ ലെയർ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സൈഡിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്യാതെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണും. അതുകൊണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ലെയർ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് മുടി നന്നായിട്ട് കോംബ് ചെയ്യുക. കോംബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുടി ഫ്രണ്ടിലേക്ക് ഇട്ട് വേണം നന്നായിട്ട് കോംബ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ സാധാരണ പോണിറ്റെയിൽ കിട്ടുന്ന പോലെ കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്ക് വീണ്ടും കോംബ് ഉപയോഗിച്ചുകൊണ്ട് മുടി നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. മുടിയുടെ അറ്റമൊക്കെ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുമല്ലോ. അപ്പം നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയർ കട്ട് ചെയ്യാമെന്ന ആ ഒരു പോർഷൻ നന്നായിട്ട് ഹെയർ കോംബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കോംബ് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളമാണ് മുടി കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും നമുക്കൊരു ലെവൽ എടുക്കാം. കാരണം നമ്മൾ സാധാരണ നമ്മൾ ബാക്കിലേക്ക് ഇട്ട് നമ്മൾ ലെവൽ കട്ട് ചെയ്യാനുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളിവിടെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ലെവൽ കട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളമാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രത്തോളം നമുക്കൊരു കത്രി ഉപയോഗിച്ചുകൊണ്ട് ഹെയർ കട്ട് ചെയ്യാം. ഹെയർ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുടിയുടെ അറ്റം കത്രികയുടെ അറ്റം ഉപയോഗിച്ച് നമുക്ക് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ഉള്ളോടുകൂടി പെട്ടെന്ന് തന്നെ വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ലെയർ കട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോഴത്തേലും കുറച്ച് ലോങ് ആയതുകൊണ്ട് ഇങ്ങനെയാവും കിടക്കുന്നത്. ഷോർട്ട് ഹെയർ ഉള്ളവർക്കാണ് ആക്ച്വലി ഈ ലെയർ കട്ട് നന്നായിട്ട് ചേരുന്നത്. ഈ ബാക്ക് സൈഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാതെ ഈസിലി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും പറഞ്ഞൊരു ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.